ഹലോ ഗായ്സ്, അപ്പൊ ഇത് നമ്മളെ വീടിന്റെ ബാക്കിന്ന് ബോഗൻവില്ല വിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. സോ കണ്ട നല്ല പോലെ വിരിഞ്ഞിട്ടുണ്ട്. സോ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ട്രിക്സ് ഒക്കെ ചെയ്യാറുണ്ട് ഗായ്സ്, അതൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞുതരും. സോ ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് എങ്ങനെയാന്ന് നോക്കാം. സോ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണുള്ളത് നമ്മളെ ബോഗൻവില്ല. ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. വൈറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിപ്പോ മഴയൊക്കെ ആയാൽ വീഴാൻ തുടങ്ങും, അതുകൊണ്ടാണ് നമ്മളിപ്പോ തന്നെ ഇതെടുക്കുന്നത്. പിങ്ക് കളറുണ്ട്, പിന്നെ വൈറ്റിഷ് കളറുണ്ട്, പിന്നെയും കുറച്ച് കളേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ഇവിടെയും നല്ല പിങ്കിഷ് കളേഴ്സ് ഒക്കെ ഉണ്ട്. ലാവൻഡർ കളർ. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ ഏറ്റവും കൂടുതൽ രസമുള്ള ഒരു ഡബിൾ കളർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇതൊക്കെ ഭയങ്കര മൊഞ്ചാട്ടോ കാണാന്. മഴയായ ഇതെല്ലാം പോവും. സോ ഇതിപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, ഡബിൾ കളർ. സോ ഇതൊക്കെ എങ്ങനെ ചെയ്തേന്ന് നമ്മൾ ഓരോ ടിപ്സ് പറഞ്ഞുതരാം. ഒരു 10 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാറുള്ളത് നമ്മൾ മുട്ടത്തോട്, പിന്നെ പഴത്തൊലി, ചായപ്പിണ്ടിയെല്ലാം വെറുതെ എടുത്ത് കളയുന്നതിന് പകരം അതിങ്ങനെ വെള്ളത്തിലെടുത്ത് വെക്കുക. ഒരാഴ്ച അങ്ങനെ വെക്കുക. പിന്നെ ഇതൊക്കെ ചെയ്തത് നമ്മളെ മമ്മയാട്ടോ. മമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ ഉമ്മാമയാണ്. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ അരിപ്പയിലിട്ട് കച്ചറയ്ക്ക് കളഞ്ഞ് ഒഴിക്കേണ്ടതാണ്. ഒരാഴ്ച ഇതേപോലെ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ബോഗൻവില്ലയൊക്കെ ഇങ്ങനെ പൂത്ത് വരും. പിന്നെ പൂവില്ലാത്ത ഒരു കൊലയും ഉണ്ടാവില്ല കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളമാകുമ്പോൾ നമ്മൾ അതിന്റെ ഡബിൾ ആയിട്ട് വെള്ളം ഒഴിക്കണം എന്നാണ് മമ്മ പറയുന്നത്. സോ ഇതൊക്കെയാട്ടോ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇത് ഒരാഴ്ച ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഇത് ഈ ചെടിക്ക് മാത്രമല്ല, കുറെ ചെടിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതില് കടലക്കപ്പിണ്ട് ഇടാറുണ്ട്. അത് നമ്മള് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതാണ് കുറച്ചും കൂടി വർക്ക് ആവാന്. നമ്മുടെ മുട്ടത്തൊലി, പഴത്തൊലി അതൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഇത് പൂത്ത് നിൽക്കാന്. നിങ്ങൾക്ക് എല്ലാവർക്കും കടലക്ക പിണ്ണാക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കാണ്. നമ്മള് കടലക്ക പിണ്ണാക്ക് നമ്മള് വെള്ളത്തിൽ പുതർത്തി വെക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് ചെടികളുള്ള ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അന്നേരം പൂവില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പൂവ് വന്ന് നല്ല ഭംഗി ഉണ്ടാവും കാണാന്. നമ്മുടെ ബോഗൻവില്ലയൊക്കെ നല്ലതായി തന്നെ ഉണ്ടാവും. ആൻഡ് ഇത് നമ്മുടെ പപ്പായ കേട്ടോ. നമ്മള് ഇതറിയാണ്ട് മുറിഞ്ഞു പോയതാ. എന്ത് പറ്റിയിട്ടേനു? ഇടി പറ്റിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കെട്ടി വെച്ചപ്പോ ഇത് രണ്ടായി. പപ്പായൊക്കെ കണ്ടോ നല്ലപോലെ കായ്ക്കുന്നുണ്ട്. നമ്മൾ വേറൊരു വീഡിയോയിൽ പപ്പായക്ക് വേണ്ടിയിട്ടും പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ഇവിടെ ഓർക്കിഡൊക്കെ ഉണ്ട്. ഓർക്കിഡിന് മമ്മ കരിക്കട്ട, ചകിരി ഇതെല്ലാം ഇടാറുണ്ട്. നേരെ ഇതേപോലത്തെ നല്ല വെറൈറ്റി കളേഴ്സ് ഓർക്കിഡ് ഉണ്ടാവും. നമ്മളെ വീട്ടിലിപ്പോൾ ഉള്ളത് ഒരു പർപ്പിൾ കളറും മഞ്ഞ കളറുമാണ്. നല്ല രസമായി കാണാൻ. ചെമ്പരത്തി ഓരോ ദിവസം പുതിയ കളറ് വരാറുണ്ട്. ഇത് മഞ്ഞയാട്ടോ. മഞ്ഞ ഇപ്പൊ വിരിയാനായിട്ടുണ്ട്. ഇവിടെ ചുവപ്പ് സാധാ കളർ ആടെ ഒന്ന് വിരിഞ്ഞ് അത് ഒരു വെള്ള കളറാട്ടോ. നല്ല ഭംഗിയാണ് കാണാന്. ബോഗൻവില്ലയ്ക്ക് അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ഒരുപാട് മരുന്നുകളും പിന്നെ എന്തൊക്കെയോ വളങ്ങളൊക്കെ ഇടാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് 10 പറയാന്നാണ്. അപ്പം മമ്മ പറഞ്ഞ മമ്മക്ക് അധികം അറിയില്ല. നിങ്ങൾക്ക് അടുത്തുള്ള എന്താ ചെടിൻ്റെ എല്ലാം ഒരാളെ വിളിച്ചാൽ മതി, അവർ ഇതൊക്കെ ചെയ്തു തരും നിങ്ങൾക്ക്. അന്നേരമാണ് ഈ ഒരു ഇത് ഇട്ടാ. ഇനി അതില്ല, നിങ്ങൾ മുട്ടത്തോടൊക്കെ ഇട്ടാൽ തന്നെ അടിപൊളിയാവും കേട്ടോ. പപ്പായ മരം ആദ്യം ഒന്നായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ പൊട്ടിപ്പോയി. അപ്പൊ അതൊന്ന് കെട്ടിയൊക്കെ വെച്ചാൽ ഇതേപോലെ 2 വന്ന് ഇപ്പൊ നല്ലോണം ആവുന്നുണ്ട്. ഉണക്കച്ചാണകമാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത്. നല്ല പപ്പായാണ്, കയ്പൊന്നും ഇല്ലാത്ത പപ്പായ, നല്ല മധുര കേട്ടോ. നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ നിറച്ച് അലോവേര ഉണ്ടാകുന്നുണ്ട്. അലോവേരയ്ക്ക് ഇത് മെയിൻ ആയിട്ട് മുറിക്കലാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങൾക്ക് ഏത് ചെടീനെ പറ്റിയിട്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടതെന്നുള്ള കമന്റ് ചെയ്യും. നമ്മുടെ മമ്മാനോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. സോ ഇതാ ഒരുപാട് നല്ല ബോഗൻവില്ല കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാ ബോഗൻവില്ലയ്ക്കും ഈ മുട്ടത്തോട്, ചായ, പഴം ഇതെല്ലാം ഇട്ടാൽ നല്ലപോലെ പൂക്കും. നല്ല
കളേഴ്സ് ആണ്, ലൈറ്റ് പിങ്ക്, റോസ് ഒക്കെ ഉണ്ട്. ഇവിടെ ചാമ്പക്ക ആവുന്നുണ്ട്, നല്ല പോലത്തെ ചാമ്പക്കയാണ്, നല്ല റെഡ് കളറിലെ ചാമ്പക്ക കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ വിളിമ്പി മരം. ഇത് തിന്നാ പൊളിച്ച് നമ്മൾ ചത്തുവും. ഞാൻ വെറുതെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കറിയിലൊക്കെ മെയിൻ ആയിട്ട് ഇടുന്ന സാധനം കേട്ടോ. ഇതാ വിളിമ്പി, നല്ല വിളിമ്പി കേട്ടോ. യെസ്, മമ്മ വിളിക്കുന്നുണ്ട് ഗൈസ്. വിളിമ്പി മരത്തിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, പക്ഷെ നല്ലപോലെ വിളിമ്പി കായ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനൊന്ന് പറിക്കട്ടെ. ഹലായ വിളിമ്പി ബുളുമ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ വിളിമ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ മരങ്ങളെ നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ. ബോഗൻവില്ലയൊക്കെ ഒരുപാട് ടിപ്സ് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയാ. അപ്പോൾ ലെസ്നാസ് നേച്ചറിന്റെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.